ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള റഫിൽ സ്ലീവ് വെച്ചിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ക്ലോത്ത് നമ്മൾ 4 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 7 വയസ്സും അടുത്തൊരാൾക്ക് 5 വയസ്സും. അപ്പോൾ ഈ 2 പിള്ളേർക്കുള്ള ഫ്രോക്കാണ് റഫിൽ സ്ലീവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വലിയ ആളുകൾക്കുള്ള റഫിൽ സ്ലീവ് വെച്ചിട്ടുള്ള ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. ഇതിപ്പോൾ 7 ഇയേഴ്സിൻ്റെ മെഷർമെൻറ്റാണിത്. അപ്പോൾ ഷോൾഡറും നമ്മളുടെ ആം ഫിറ്റൊക്കെ 6 എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ലൈനിങ് പീസിലേക്ക് ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് അവർക്ക് പറഞ്ഞിരിക്കുന്നത്, അതായത് 7 വയസ്സുള്ള കൊച്ചിന് ഒരു 35 ലെങ്ത്തൊക്കെ മതിയെന്നാണ്. അപ്പോൾ നമ്മളൊരു 32 ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യുക, നമ്മുടെ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, ചെസ്റ്റിൻ്റെ 4 ഭാഗം, വേസ്റ്റിൻ്റെ 4 ഭാഗം, അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ നിന്നും 4 ഭാഗം. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ മെഷർമെൻറ്റ്സൊക്കെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്ത് നമ്മൾ ലെങ്ത്ത് 32 ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്ലെയർ എടുത്തിരിക്കുന്നത് വലിയ ആളുകൾക്ക് 18 അപ്പോൾ ചെറിയ പിള്ളേർക്ക് വരുമ്പോഴത്തേക്ക് ഒരു 15 മതിയാവും. അവിടെ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് മേലിലേക്ക് ക്യാപ് ഹിറ്റ് കൊടുത്തിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കി എല്ലാ അളവുകളും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് പീസ് 2 കട്ട് ചെയ്ത് മാറ്റരുത്. കാരണം നമുക്ക് നെക്കും ബാക്കിലെ നെക്കും ഫ്രണ്ട് നെക്കൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഫ്രണ്ടിലെ ലെങ്ത്ത് 4 എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബോഡി പീസാണ്. നല്ല പീസിൽ നിന്ന് ബോഡി പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ബോഡി പീസ് ഷോൾഡർ ടു, അതായത് ചെസ്റ്റിൻ്റെ അവിടം വരെ നമുക്കൊരു നോർമൽ പിള്ളേരുടെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടോ, ഈ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അത് ഞാൻ 8 എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ബോഡി പീസ് വെച്ചിട്ട് ആ ഷേപ്പ് കൊടുത്ത് ആ സ്ക്വയർ പീസിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലത്തെ 2 പീസും കൂടി എക്സ്ട്രാ വേണം, കാരണം അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ 8 ഇഞ്ച് മാർക്കില്ല, അപ്പോൾ ടോട്ടൽ 16 ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബോഡി പീസ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഒന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് മീതെ നമ്മുടെ ലൈനിങ് പീസില്ലേ, ലൈനിങ് പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഒന്ന് മാറിപ്പോവാണ്ടിരിക്കാനാണ്. എന്നിട്ട് ആ നെക്കും നമ്മളുടെ ആം ഹോളിൻ്റെ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, താഴത്തേക്ക് വേണ്ട. എന്നിട്ട് നമ്മൾ ഇതേപോലെ അടിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ ബാക്ക് പീസും ഇതേപോലെ കിട്ടും, ഫ്രണ്ട് പീസും നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഈ സ്ലീവും നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിനി ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെഷർമെൻറ്റ്സ് കറക്റ്റാണെന്നൊക്കെ നോക്കുക, ലെങ്ത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലെങ്ത്തൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് ഞാൻ എടുത്തത് 7 ഇയേഴ്സിൻ്റെ ഫ്രോക്കാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 35ഉം മറ്റേതിൻ്റെ ലെങ്ത്ത്, അതായത് 5 ഇയേഴ്സിൻ്റെ ലെങ്ത്ത് ഒരു 32 എടുത്തത്. അപ്പോൾ അതിൻ്റെ ലൈനിങ് പീസൊക്കെ നോർമൽ 32 ആകുമ്പോൾ അതിൻ്റെ നമുക്ക് 2 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ്ങിലും മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് ഷോൾഡറിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണോ പ്ലീറ്റ് വേണ്ടത് അത് നമുക്ക് ആ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്ത ഫ്രോക്കും നമ്മൾ ഇതേപോലെ തന്നെ സെയിം ചെയ്യുക. അതിനായിട്ട് ലൈനിങ് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 5 വയസ്സിൻ്റെ ഫ്രോക്കാണ്. അപ്പോൾ ലെങ്ത്തും വൈഡൊക്കെ സെയിം ഏകദേശം അതേപോലെയൊക്കെ തന്നെ, ലെങ്ത്ത് മാത്രമേ നമുക്ക് ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ 2 ഫ്രോക്സും. അപ്പോൾ ഇതിൽ നമ്മൾ കുഞ്ഞ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണത്തിനായാലും നല്ലൊരു ബാപ്റ്റീസ് അങ്ങനത്തെ ക്രിസ്ത്യൻസിൻ്റെ ഇതൊക്കെ ആയാലും ഒക്കെ നമുക്കുള്ള ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹക്കോബയുടെ ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.